നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്വിഗ്ഗി ഓടാൻ വേണ്ടി വന്നേക്കാണ്. ഇപ്പോൾ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലെ ഈ കളമശ്ശേരിയിലുണ്ട്. പക്ഷേ കലൂര് അല്ലെങ്കിൽ എടപ്പള്ളി അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്നെന്ന് അറിഞ്ഞത് മുമ്പ് അന്വേഷിച്ചപ്പോൾ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ റൂം ഇവിടെ കളമശ്ശേരിയിലാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇക്കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഏണിങ്സ് എത്രയാണ് കാര്യങ്ങളൊന്നും ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തോട്ട് പറയാം. ജോയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എന്താ ID പ്രൂഫായിട്ട് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ്, ഇത് മൂന്നാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വണ്ടിയും എന്താ പറയുക ചാർജ് നിൽക്കുന്നൊരു ഫോണും ഇത്ര മതി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഓടുന്നത്. അപ്പൊ തൃശ്ശൂര് നോക്കിയപ്പോൾ തൃശ്ശൂരത്തേക്കാളും കുറച്ചും കൂടെ ഏണിങ്സ് കൂടുതലുണ്ട് ഇവിടെ എന്നുള്ളത് പലരും പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന്റെ നെക്സ്റ്റ് ഡേ 99 രൂപത്തെ അതിൽ ഫീസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ബാഗിന് നെറ്റ് എണ്ണുണ്ടത്. അതിനുശേഷം അടുത്ത ദിവസം തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗിയിൽ നിന്ന് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞുതരാനും പിന്നെന്തോ ഡ്യൂട്ടി ടൈം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അപ്പോൾ ആ സമയത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ട് ടൈം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പാർട്ട് ടൈമിൽ തന്നെ ഒരു 1-2 ടൈം പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ എടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് 12 മുതൽ 5 മണി വരെ ഉണ്ട്. 5 മണി വരെയുള്ള ആ ഒരു ടൈമിന് ഞാൻ എടുത്തത്. അപ്പോൾ അവരതോടെ നോക്കിയാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ് അവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തുന്ന ദിവസം ഏകദേശം ഉച്ചയോടെ അടുത്ത് ഞാൻ എറണാകുളത്തേക്ക് എത്തണേ. അപ്പം തന്നെ ഫോണിൽ കുറച്ച് ചാർജ് കുറവായിരുന്നു. ഏകദേശം ഒരു 10-30% ചാർജ് ഉണ്ടായുള്ളൂ. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഓടുകയും ചെയ്തു. ആ ദിവസം തന്നെ 12 മണിക്ക് ഓടി. പക്ഷെ അത് ഒരു 2 മണിക്കൂറേ ഓടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ കിട്ടിയ ഏണിങ്സ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലാവും. അത് കൂടാതെ അതിന് തൊട്ടടുത്ത ദിവസം ഏകദേശം ഒരു ഉച്ചക്ക് ഓടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 5 മണിക്ക് നിർത്തിയതിന് ശേഷം പിന്നെ ഒരു 7 മണി മുതൽ ഒരു 11 മണി വരെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏണിങ്സ് എത്രയാണെന്നുള്ളത് സ്ക്രീനിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം മനസ്സിലാവും എത്ര നമുക്കൊരു ഓർഡറിന് കിട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഈ റെയിൻ ചാർജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്, ബോണസ്, ടിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഞാൻ പല വീഡിയോകളും കൊണ്ട് വെച്ച് നോക്കിയപ്പോൾ അത്രക്ക് എനിക്ക് ഇവിടെ ഈ സ്വിഗ്ഗിയിൽ മീൻസ് സൊമാറ്റോടെ കൊണ്ട് വെച്ച് നോക്കിയപ്പോൾ അത്രക്കൊന്നും സ്വിഗ്ഗിയിൽ കിട്ടുന്നില്ല. സൊമാറ്റോ എന്തായാലും ഓടി നോക്കണമെന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ പാർട്ട് ടൈം കൊടുത്തിട്ടുള്ളത്. ഈ പാർട്ട് ടൈം ആയിട്ട് ഇനി ഒരു മാസം ഫുൾ ടൈം ആയിട്ടുള്ളത്, അതായത് രാവിലെ ഒരു 6 മണി മുതൽ വൈകിട്ട് വരെയുള്ള ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്നും ഓടി നോക്കുന്നുണ്ട്. കാരണം പാർട്ട് ടൈമിനേക്കാൾ കൂടുതൽ ഇൻസെൻറ്റീവ് ഫുൾ ടൈമിൽ കിട്ടുന്നുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഫുഡിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ പലരെയും പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ടൈം ഉണ്ടെങ്കിൽ ഫുൾ ടൈം എടുത്തോ. ഫുൾ ടൈം എടുക്കുകയാണെങ്കിൽ ഏണിങ്സ് കൂടുതലാണെന്ന് പറഞ്ഞത്. അതായത് ഇൻസെൻറ്റീവ് തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻസെൻറ്റീവിൻ്റെ പാർട്ട് ടൈമിൻ്റെ ഇൻസെൻറ്റീവ് കാര്യങ്ങളുള്ളത് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ ആഡ് ചെയ്യാം. 125-175 ഒക്കെ ആയിട്ടാണ് ഇൻസെൻറ്റീവ് വരുന്നത്, ഡെയിലി ഇൻസെൻറ്റീവ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം, കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഫുൾ ടൈമിനാണെങ്കിൽ അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൊമാറ്റോ കൂടാതെ ഒരു ഷാഡോ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഡെയിലി വരുന്ന എക്സ്പെൻസ് കൂടെ കണക്കാക്കണം. ഇവിടെ വന്ന് ഓടാൻ നിൽക്കുന്നവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് ഓടുമ്പോൾ നമുക്കുള്ള റൂമിൻ്റെ എക്സ്പെൻസ് ഉണ്ട്, ഫുഡ്, പിന്നെ ഡെയിലി പോയി വരുന്ന പെട്രോളിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചിലവ് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഡെയിലി കിട്ടുന്നതിന് തന്നെ പോകും. അപ്പോൾ ആ ഒരു കേസ് ശ്രദ്ധിക്കാൻ നമുക്ക്. അതായത് ഏണിങ്സ് മാത്രമല്ല, അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് താമസിച്ച് ഓടാൻ നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരത് നോക്കാം, കുഴപ്പമില്ല. നമുക്ക് കറക്റ്റ് മെനക്കെടാണെങ്കിൽ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ചെറിയൊരു തുക നമുക്ക് മാറ്റി വയ്ക്കാൻ എന്തായാലും കിട്ടും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു എനിക്ക് സ്വിഗ്ഗിയിൽ ഞാൻ ഫുഡ് ഡെലിവറിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ വന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് നല്ല ഓർഡർ വന്നിട്ടുണ്ട്. ഈ 2 മണിക്കൂറാണെങ്കിൽ പോലും അധികം നേരം വെറുതെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അതിപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ, അതായത് നമ്മൾ ഈ ഓടുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ പുതുതായിട്ട് വരുമ്പോൾ എന്തായാലും അടുപ്പിച്ച് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് വന്നത് അടുപ്പിച്ചുള്ള ഓർഡറുകളായിരുന്നു, ഹോട്ടലുകൾ മാത്രം. അടുത്ത ദിവസം വന്നപ്പോൾ ഒരു ഫാർമസിയിൽ നിന്ന് മരുന്നെടുത്തിട്ട് ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കാനായിരുന്നു. അപ്പോൾ അത് പിക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആദ്യം അപ്ലോഡ് ചെയ്യണം. അതിന് ശേഷം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവർ നമുക്ക് പറഞ്ഞു തരില്ല. അതിന് ജസ്റ്റ് വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അത് കൂടാതെ ഗ്രോസറി ഐറ്റംസിൻ്റെ ഓർഡർ വരുന്നുണ്ട്. ഗ്രോസറി അത് അവിടെ നിന്ന് എടുത്തിട്ട്
ഈ പറഞ്ഞ പോലെ അഡ്രസ്സിൽ കൊണ്ടു കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഫുഡ് മാത്രമാകുമ്പോൾ വലിയ കുഴപ്പം തോന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടല്ല, മീൻസ് അതായിട്ടൊരു സുഖമായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള. അങ്ങനെ അവിടെ എത്തി ഈ ഗ്രോസറി എടുക്കാൻ പോയടുത്ത് ഒരുപാട് പേരുണ്ട്, സ്വിഗ്ഗി ഓടുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മാത്രമല്ല അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വരുന്നു പറഞ്ഞു. അപ്പൊ സൊമാറ്റോയിലും ഒന്നും ഇങ്ങനെ ഉണ്ടോന്ന് അറിയില്ല എനിക്ക്. സൊമാറ്റോയിലത്തെ സിംഗ് ഒന്ന് അന്വേഷിച്ച് നോക്കണം. സൊമാറ്റോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം ഓടി നോക്കണമെന്നുണ്ട്. അത് പിന്നെ ഇത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ഇതിപ്പോ പാർട്ട് ടൈം ഓടണം, ഇനി ഒരു മാസം ഫുൾ ടൈം ഓടണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സൊമാറ്റോയുടെ നടക്കുള്ളൂ. ഈ സ്വിഗ്ഗി ഞാൻ ഓടുന്നതിന്റെ ഡെയിലി ഉള്ള വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ എക്സ്പീരിയൻസ് ഇല്ല ഒന്നാമത്തെ കേസ്. ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഓടിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവുള്ളൂ, കറക്റ്റ് ഏകദേശം ഏണിങ്സ് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരമൊക്കെ ഞാൻ ഓടിയിട്ടുള്ളൂ, കാര്യമായിട്ട് ഓടിയിട്ടില്ല. സോ അപ്പൊ എനിക്ക് കിട്ടിയ ഏണിങ്സിന്റെ കാര്യങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ട് വിലയിരുത്തരുത്. അതല്ല, സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഇൻസെന്റീവും കാര്യങ്ങളും അവർക്ക് കറക്റ്റ് അറിയാം. അപ്പൊ എനിക്കിത് അറിയാത്തതിന്റെ പേരിൽ ഞാൻ ഫസ്റ്റ് 2-3 ദിവസം കുറച്ച് ഫാൾട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി മാറ്റിയിട്ട് ടൈമൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓടി നോക്കണം. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഏണിങ്സ് കണ്ടിട്ട് വളരെ കുറവാണ്. അപ്പൊ അത് കണ്ടിട്ട് അത്രയാ കിട്ടുന്നുള്ളൂ എന്ന് ചിന്തിക്കേണ്ട. അതിൽ കൂടുതൽ ഒരുപാട് കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പരിചയപ്പെട്ടതിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായാലും എൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും ഒന്ന് സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ. അപ്പോൾ സ്വിഗ്ഗിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫസ്റ്റ് ഇടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇത് ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല, എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഒന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ വിശദമായിട്ടൊരു വീഡിയോ കൂടെ ചെയ്യാം. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോൾസെയിൽ ഷോപ്പുകളും ഹോൾസെയിൽ മാർക്കറ്റൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോസാണ്. ആ വീഡിയോ തന്നെ എനിക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവുക. അപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഇടയ്ക്ക് ഇതുപോലെ ടൈം കിട്ടുമ്പോൾ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ.